നമസ്കാരം. ആൾദൈവങ്ങളും താരങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആൾദൈവങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരാധിക്കുന്ന ബിംബങ്ങളെ, ആരാധനയോട് കാണുന്ന ആളുകളെ, അവരെ അമ്മ എന്നും സ്വാമിയെന്നും ദേവനെന്നും ശ്രീ എന്നൊക്കെ വിളിച്ച് വളരെയധികം ആരാധനാപൂർവ്വം കൊണ്ടാടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കല്ലറയിൽ വെച്ച ഗോപൻ സ്വാമിയെ പോലുള്ള ആളൊക്കെ നാളെ എന്തായി മാറുമെന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ദൈവങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് താരങ്ങളും. താരങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് സിനിമാ താരങ്ങളെ മാത്രമാണ് അങ്ങനെ കണ്ടു പരിചയമുള്ളത്. പിന്നെ രാഷ്ട്രീയക്കാരെ ഒരിക്കലും രാഷ്ട്രീയ താരങ്ങളെന്നൊന്നും ആരും വിളിക്കാറില്ല. പക്ഷേ ഈ താര ആധിപത്യത്തിന് ഇടയിൽ കൂടെ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ നുഴഞ്ഞു കയറി മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജയിൽ വാസം, ജയിൽ മോചനം, അതുപോലെ തന്നെ അവിടെ കല്ലറ പൊളിക്കൽ, ഈ രണ്ട് സംഭവങ്ങളും ഒരേ സമയത്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ദൈവങ്ങളിലേക്ക് നമ്മളെങ്ങനെ ആകർഷിക്കപ്പെടുന്നു എന്ന് കൂടി ചിന്തിക്കണം. ഒരു പക്ഷേ നമ്മുടെ സിനിമാ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാവാറുണ്ട്. ആ ഫാൻസ് അസോസിയേഷനുകൾ പലതും അവർക്ക് വളരെ വിശ്വസ്തരായ ആളുകളൊക്കെ ജില്ലാ നേതൃത്വത്തിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ നടക്കുന്ന എന്തെങ്കിലും റിലീഫ് പ്രവർത്തനങ്ങളോ ചാരിറ്റി വർക്കുകളൊക്കെ നടത്താൻ അവർ കുറേയധികം പണം അതിനുവേണ്ടിയൊക്കെ മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ ആദായ നികുതി ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിനുണ്ടായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഒരു നിശ്ചിതമായ ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏതു സിനിമയായാലും 1-2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിലൊക്കെ തിയേറ്ററിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥ ഈ വലിയ ഫാൻസ് അസോസിയേഷനുള്ള സംഘടനകൾക്കൊന്നും ഉണ്ടാവില്ല. ഒരു പരിധിവരെ പിടിച്ച് നിർത്താനുള്ള ആളുകളെ അവരെത്തിച്ചു കൊടുക്കും. അതിന് ചിലപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റുകളായിരിക്കാം. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നതൊരു അന്തസ്സും ആഭിജാത്യവുമായി കരുതുന്ന കുറേ അധികം ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോട് അന്ധമായ വിധേയത്വം പുലർത്തിക്കൊണ്ട് ജീവിതം ഹോമിക്കുന്നു, രക്തസാക്ഷികളാകുന്നു, അതുപോലെ അങ്ങനെ പലരും ഉപദ്രവിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ വിമർശിക്കുമ്പോൾ ഇത്തരം ആളുകൾക്കെതിരെയൊന്നും കാര്യമായിട്ടുള്ള വിമർശനങ്ങളൊന്നും വരില്ല. കാരണം അതൊക്കെ ഒരു വഴിക്ക് അങ്ങനെ നടന്നു പോകുന്നു, വലിയ ഉപദ്രവമില്ലാതെ കടന്നു പോകുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറഡോണയെ കൊണ്ടുവരൽ, മറഡോണയെ മൊത്തമുള്ള അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കളി, മറഡോണയാണോ അദ്ദേഹമാണോ മികച്ച കളിക്കാരനെന്ന് വരെ സംശയം തോന്നുന്ന രീതിയിലുള്ള കളികളുമൊക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകും. പിന്നെയാണ് ഉദ്ഘാടനങ്ങളിലാണെങ്കിൽ വളരെയധികം വിവാദമുണ്ടാക്കുന്ന വസ്ത്രധാരണം നടത്തി വരുന്ന ആളുകളെ കൃത്യമായി കൊണ്ടുവന്ന് ഇയാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിൽ അതിനെപ്പറ്റി കമൻറ്റുകൾ പറഞ്ഞ് ആ കമൻറ്റുകൾ ഏറ്റെടുക്കാൻ ആളുകൾ, ഒരു നടിയെ കൊണ്ടുവന്ന് ഇത്ര ലക്ഷം രൂപ മാത്രം കൊടുത്ത് ഇത്ര കോടി രൂപയുടെ പ്രചരണം അല്ല, ഇത്ര കോടി രൂപയുടെ നേട്ടം അദ്ദേഹം ഉണ്ടാക്കി, പരസ്യ നേട്ടം അദ്ദേഹം കൈവരിച്ചു എന്നൊക്കെ പറയാൻ അങ്ങനെ വിലയിരുത്തുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമാ താരങ്ങളുടെ കാര്യങ്ങൾ അതും അങ്ങനെ പോകുന്നു. അതിനൊക്കെ അപ്പുറമാണ് നമ്മുടെ കല്ലറയിലൊക്കെ സമാധിയാവുന്ന മനുഷ്യരും നമ്മുടെ ഇടയിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യനായിട്ട് ജീവിക്കുന്നതിലും ഒക്കെ ഉപരിയായി ഒരു ദൈവമോ ഒരു കല്ലറയ്ക്കുള്ളിലെങ്കിലോ ജീവിതം പുലർത്താൻ കഴിയുന്ന ഒരാളായി മാറുന്നതായിരിക്കും നല്ല ഉചിതമെന്ന് പുതിയ തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ തോന്നിയ കുറ്റം പറയാൻ കഴിയില്ല. കാരണം കൃത്യമായിട്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. ഇപ്പോൾ ഷർട്ടിട്ട് അമ്പലത്തിൽ പ്രവേശിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ആ ചർച്ച അതൊക്കെ ഒരു വഴിക്ക് അങ്ങനെ നടക്കുമ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു സാംസ്കാരിക നായകനോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളെന്ന് പറയാവുന്ന ആളുകളില്ല എന്ന് തന്നെ പറയാം. പക്ഷേ സാമൂഹ്യ പരിഷ്കർത്താക്കളാകാൻ ഉള്ള സംഘബലമുള്ള ആളുകൾ, രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകൾ, അവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആൾദൈവങ്ങൾക്കും താരദൈവങ്ങൾക്കും കല്ലറയിൽ കഴിയുന്നവർക്കൊക്കെ വളരെ പ്രസക്തിയുള്ള സമൂഹത്തിൽ തന്നെ ജീവിക്കാനും ഇതിലും അപകടം പിടിച്ച പുതിയ തലങ്ങളിലേക്ക് ഈ ഭ്രാന്ത് മാറാനും സാധ്യതയുണ്ടെന്ന് മാത്രം പറയുകയാണ്. നന്ദി, നമസ്കാരം.